തല്ലി വെക്കാം. ആ ഉണ്ണി, എന്താ ഇനി എൻ്റെ ചോര വേണോ? അയ്യോ വേണ്ടക്ക, ഞാൻ ഇക്കയെ കാണാനായിട്ട് തന്നെ വന്നതാ. എന്തു പറ്റി? ആകപ്പാടെ ഒരു മൂടോട്ട് പോലെ തോന്നുന്നല്ലോ. ഓ ഒന്നും പറയണ്ട, ആകപ്പാടെ പെട്ടിരിക്കുക. എന്തോ ഇക്ക എന്നോട് പറഞ്ഞു. എടാ, പെങ്ങടെ മോടെ നിൽക്കാൻ ഒരു 5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് ഞാൻ കമ്മിറ്റ് ചെയ്തത്. നല്ലൊരു പ്രപ്പോസൽ വന്നപ്പോൾ അവരതൊന്ന് ഉറപ്പിച്ചു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ എടുത്ത് മറിച്ചു. അതെപ്പോൾ തിരികെ കിട്ടുമെന്നൊരു എത്തും പിടിയും ഇല്ലടാ. അതാ എൻ്റെ വിഷമം. പറ, നീ ആ മറ്റവനും കൂട്ടി നടപ്പല്ലേ, ആ സണ്ണിയുടെ മോൻ്റെ കൂടെ? ഇക്ക നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, അവൻ ആളാകെ മാറി. മാറി. എടാ, ഞാൻ അവൻ ആ പൈസ കൊടുത്തു. അത് തിരികെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് തട്ടിക്കയറി. എടാ, അവന് കുറെ ചീത്ത കൂട്ടുകെട്ടുമുണ്ട്. എൻ്റെ സണ്ണിയുടെ മോനാണ്ടാ ഞാൻ ആ പൈസ അവന് കൊടുത്തത്. ഞാൻ അറിഞ്ഞത് അവൻ ആ പൈസ ഏതോ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ആ പൈസ എല്ലാം പോയെന്നാണ്. ഉടനെ ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് ഏതോ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്താൽ പെട്ടെന്ന് പൈസ തിരികെ തരാമെന്ന് പറഞ്ഞ് അപ്പം നിന്ന് ഇപ്പോൾ ആ പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി. ഗോൾഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ അത് നല്ലതായിരുന്നു. ഇത് പക്ഷേ വിഷമിക്കണ്ട, നിങ്ങളുടെ പൈസ നേരുള്ളതാണ്. അത് പലിശ സഹിതം അവനിപ്പോൾ തിരികെ തരും. ആ സന്തോഷ വാർത്ത പറയാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പലിശയൊന്നും എനിക്ക് വേണ്ട, പക്ഷെ ഇത്ര കാശ് വിടുന്ന ഉണ്ണി അവന്. സണ്ണിച്ചായൻ ഇക്കടയിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ച് ആ ഹൈവേയുടെ സൈഡിൽ കുറച്ച് വസ്തു മേടിച്ചില്ലേ, ആ വസ്തു റോഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഹൈവേ അതോറിറ്റി ഏറ്റെടുത്ത് നല്ലൊരു തുക കൊടുത്തിട്ടുണ്ട്. ഇന്നലെ അത് ക്യാഷായിട്ട് കിട്ടി. ഞാനതൊക്കെ കടം വാങ്ങിച്ചു കൊടുത്താണ്. അതൊക്കെ ഞാൻ വീട്ടിൽ. നീ അവനെ വിളിച്ചു. ഇക്ക, എന്നോട് ക്ഷമിക്കണം. അക്കൗണ്ട് നമ്പർ ഒന്ന് തരാമോ? ഓക്കെ, പലിശയൊന്നും തരണ്ട എനിക്ക്. ഞാൻ തന്നത് മാത്രം തിരിച്ചു തന്നാൽ മതി. വേറൊരു കാര്യം കൂടി, നിങ്ങളുടെ ചോരയാണ് ഇവൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചത്. അൽഹംദുലില്ലാ, ദൈവത്തിന് നന്ദി. എല്ലാം നല്ലതിനാ മതി. നീ എൻ്റെ സണ്ണിയുടെ മോനല്ലേ, നന്നായി കിടന്നാൽ മതി. ജീവിതത്തിൽ ചെറുതെന്ന് കരുതി നാം ചെയ്യുന്ന പലതും ഒരുപക്ഷെ നിസ്സാരമല്ല. അതിൻ്റെ പ്രതിഫലനമാകട്ടെ വലുതുമായിരിക്കും. നന്മകളാൽ പൂത്തുലയട്ടെ ഈ ഭൂലോകമെമ്പാടും.